ഹായ് ചെയ്യുമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ നല്ല മഴയാണ്. ഞാൻ എഡിറ്റിങ്ങിലാണ്. എഡിറ്റിങ് പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല. വൈകിയാണ് എണീക്കുന്നത്. ഇന്നലെ വൈകിയാണ് കിടക്കുന്നത്. ഇന്നലെ ഒരു കോളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് 12 മണിയായി. പക്ഷെ ആ കോള് വന്നില്ല. അപ്പോൾ ആ കോൾ ഇന്ന് ഒരു നാളെ വരും. പ്രശ്നമല്ല, തിരക്കായിരിക്കാം, അതുകൊണ്ടാണ്. എന്തായാലും ആ ഫോണ് എവിടുക്കാ? മുല്ലപ്പൂ പറിച്ചാനോ? മുല്ലപ്പൂ പറിച്ചാൻ റെയിൻകോട്ടൊക്കെ ഇട്ട് പോവാണ്. റോഡിൻ്റെ പറ്റിക്കൂടെ നമ്മൾ മുല്ല നട്ടിക്കണവർ. എത്രയോ മുല്ലയാണ് അവർ പറിച്ചതറിയാം. ഒരുപാട് മുല്ല പറിച്ചവർ. ഏതായാലും ഞാനീ പറഞ്ഞതുപോലെ ഞാൻ എഡിറ്റിങ്ങിലാണ്. അപ്പോൾ പോകാറ് ഡെയിലി മുല്ലപ്പൂ പറിക്കണം, പോകണം. ഒരു കുട ഉണ്ട്, എനിക്കും പോകാൻ ഒരു കുട ഇല്ല. പെണ്ണുങ്ങളാണെങ്കിൽ അവിടെ പോവുകയും ചെയ്തു കുടയിൽ. നീ നല്ല രസമായിരുന്നു. ആര്യൻ്റെ ഒക്കെ നല്ല രസം തന്നെയാണ്. ഓളൊരു കുറുമ്പിനനുസരിച്ച് ഇങ്ങനെ നിന്ന് കൊടുക്കണം, എന്നാൽ നല്ല രസമാണ്. ഇല്ലേ നമുക്കും പിരാന്താവും, ഓക്കും പിരാന്താവും. മെയിനായിട്ടുള്ള നമ്മളെ പിരാന്താക്കും. അപ്പോൾ ഈ ഒരു മഴ ഏതാണ്ട് 3 മണി ആ റേഞ്ചിലൊക്കെ തുടങ്ങിയതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മൂത്ര വയ്ക്കാനൊക്കെ വേണ്ടിയിട്ടൊന്ന് എണീറ്റപ്പോൾ മഴയുണ്ട്. നല്ല മഴ, ആസ്വദിക്കാൻ പറ്റുന്ന മഴയാണ്. മഴ ഓവറായാലും പണിയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. മഴയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എഡിറ്റിങ് തുടങ്ങട്ടെ. ഇപ്പോൾ സമയം 8:30. ഒരു 9:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, കല്യാണ തലേ ദിവസമാണെന്ന്. അപ്പോൾ ഇന്ന് അവിടെ പോയി അത് അറ്റൻഡ് ചെയ്യണം. ഒന്നാമൻ്റെ അവിടുത്തെ തലകാട്ടി പോരണം. മെയിനായിട്ട് തലയാട്ടലല്ല, മിക്കവാറും അവിടെ നിൽക്കേണ്ട ഒരു കാരണം ഞങ്ങൾ 10ാം ക്ലാസ് ബാച്ച് എല്ലാവരും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ ടൈം എടുക്കും അവിടെ നിന്നിട്ട് വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ എന്തായാലും നേരം വൈകുന്നു കിടക്കാൻ. ഇന്ന് നേരം വൈകി. നാളെ ഞായറാഴ്ചയാണ്. നാളെ പിന്നെ ഓടലടക്കില്ല. നാളെ നേരെ കല്യാണമാണ്. കല്യാണം നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഞാൻ നോക്കട്ടെ. നാളെ എന്തായാലും വീഡിയോ ഇല്ലാതാക്കില്ല ഞാൻ മാക്സിമം. കിട്ടിയോ? ഇത് കുറേ ആയില്ലേ ഈ ജാക്കറ്റ് വാങ്ങിയിട്ട്? ഇത് കുറേ ആയില്ല വാങ്ങിയിട്ട്? നോക്കലായില്ലേ? ഇനി എന്തിനു വേറെ വാങ്ങണം? ഇതിനെന്തോ കുഴപ്പം? ആ ബാഗ് ഇടുമ്പോൾ പറ്റൂല? മേത്തേക്ക് ആക്കണ്ടേ? അവിടെ തോരട്ടാ. ബാഗ് ഇടുമ്പോൾ അറക്കണ്ടാവില്ലേ? ഇവിടെ ഇതാപ്പോ കിട്ടിയത് ഓരപ്പള കുറച്ചുണ്ട്. അതിന് ഓരോ ആർക്കും പറിച്ചുള്ള സൂര്യക്കോ? സൂര്യക്ക് കുറച്ച് പോരെ? ഇവിടെ നിന്ന് കുറച്ചാരും കൊടുക്കും. എന്നാലും നമ്മക്ക് കൊറേ കിട്ടിയേക്കണം അല്ലേ? ഓൽക്കും കൊറേ കിട്ടിയേക്കും. എല്ലാരും ചൂടട്ടെ. 10 മുതൽ 100 വരെ 100. അതായത് ഇവള് പറിച്ചു കഴിഞ്ഞാൽ ഇവര് മാത്രല്ല കേട്ടോ, ഇവര് അങ്ങനെ കൊടുക്കും, എല്ലാവരും കൊടുക്കും. മുല്ലപ്പൂ അല്ലേ, പെൺകുട്ടികൾ ചൂടട്ടെ, അതാണ് അതിൻ്റെ ഒരു ഭംഗി. 10ന്റെ മുമ്പ് 100ഓ? 100 അല്ലേ വലുത്? കള്ളല്ലേ എല്ലാവരും വിശ്വസ് അഞ്ഞ് പോവില്ല. അഞ്ഞ് തള്ളിക്കോ കേട്ടോ. എന്താ ചായക്കടി? ഉപ്പുമാവാ. ഫോണും പാത്രം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉപ്പുമാവായിരിക്കും. ഉപ്പുമാവെങ്കിൽ ഉപ്പുമാവ്. ആര് ടെൻറ്റിൻ്റെ ഉള്ളിലാട്ടോ. എന്താണ് ഭയങ്കര തണുപ്പ് മാത്രമോ? നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇരുണ്ട് മൂടി. ഒരു വൈകിട്ടൊരു 6-6:30 കോലം. ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് തണുപ്പത്തെ. അയ്യോ കുളിര് നോക്കിയില്ല. ഞാൻ വേഗം കുളിക്കട്ടെ. ഇപ്പം സമയം 9:10. 9:15 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. റെൻഡർ ചെയ്തിട്ട് വീഡിയോ കോപ്പി ചെയ്യൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ. അതിനുള്ളിൽ ഡോഗ് വരുന്നു. ഒരു ഡോഗ് വരുന്നുണ്ട് ഇതിനുള്ളത്. അങ്ങോട്ടന്നെ പോയോ?
ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇല്ലല്ലേ? ആരിപ്പളോ കോഴിക്കോ? എനിക്ക് സ്വിച്ച് ഇടാൻ വയ്ക്കുവോ? ഇല്ലേ? അവളടുത്ത് നടക്കില്ല. ഞാൻ പോവാട്ടോ. നീ നോക്കി ഞാൻ പോവാണേ. ടാറ്റ. ആ ഇവിടെ ആടെയും കളിച്ചോട്ടോ. മഴയത്തേക്കൊന്നും പോണ്ടോ. അതിലെന്താണ് സാധനം? വാട്ട് നോട്ടെ. പെൻസിലും റേസറൊക്കെ അല്ലേ? ചിന്നുവിൻ്റെ കഴിഞ്ഞിട്ടോ. 500 റുപ്യ ചിന്നുവിൻ്റെ കഴിഞ്ഞിട്ടോ. എന്നാൽ തോട്ടം എങ്ങനെ ഉണ്ട് നോക്കണം. എൻ്റെ കജ്ജിക്കാലത്തെ പൈസ വന്നത് 500 എന്നാൽ തോട്ടം ഞാൻ നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇറങ്ങാണ്. സമയം 9 ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. മഴ നന്നായിട്ട് പെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ എങ്കിൽ തോട്ടിലുണ്ടോ വെള്ളം വലിഞ്ഞേക്കുവാണ്. ഇന്നലത്തെ അത്ര വെള്ളം ഇല്ല. ഇന്നലെ ഇതിനേക്കാൾ വെള്ളം ഉണ്ടാവും. ഇന്നലെ ഞങ്ങള് രാത്രിയില് ഇവിടെ രാത്രിയിലല്ല രാവിലെ നല്ല വെള്ളം ഉണ്ടാവും. രാത്രി ആയപ്പോഴേക്ക് വെള്ളം നല്ല വലിയ ഒരു 6 വണ്ടി മുന്നിൽ 4 2 6 വണ്ടി. 6ാമത്തെ വണ്ടിയായിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ട്. കൊള്ളാല്ലേ? അപ്പൊ ആളുകൾ ഡ്രൈവർമാരെ ഇറങ്ങാത്തോണ്ടാ ആ ഓട്ടം ഉണ്ടായതുകൊണ്ട് എന്തോ ഒന്ന് സംഭവിച്ചു. ചെങ്ങൈമാരെ കഴിഞ്ഞിട്ട് കിട്ടിയിരിക്കുകയാണ്. കണ്ടാ ഇത് എവിടെ നിൽക്കണറിയാ? പോക്കാടൻ കുന്ന് എന്ന് പറയുന്ന സ്ഥലം. ഇതാണ് ആര്യമുള സ്കൂള്. ഇത് കോളേജ്. ഈ കാണുന്ന ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഇതായിരുന്നു എൻ്റെ നാട്ടിലെ ഞങ്ങളുടെ പഴയ ഗ്രൗണ്ട്. ഈ മതിലിന്റെ അപ്പുറത്ത് നമ്മളുടെ വീട്. ഈ ഗ്രൗണ്ട് ഈ മതിലൊക്കെ വരുന്നതിന് മുമ്പ്, ഈ കോളേജിൽ ഇത്ര ബിൽഡിങ് വരുന്നതിന് മുമ്പ് ആകെ ആര്യമുളൊക്കെ സ്കൂൾ കാണിച്ചതിൽ ആ ഒരു ബിൽഡിങ് മാത്രമുള്ളായിരുന്നു. അന്ന് ഇവിടേക്ക് എല്ലാവർക്കും എങ്ങനെ എപ്പോഴും പ്രവേശനമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് സാമൂഹ്യ വിദ്യയുടെ ഒരു വിളയാട്ടുള്ള സമയമാണ്. ബിയർ ബോട്ടിൽസും അതുപോലെ തന്നെ ലിക്വിഡ് ബോട്ടിൽസും ഒക്കെ അവിടെ ധാരാളമായിട്ടുണ്ടാവും. അത് മാത്രമല്ല പലതരം കുൽസിത ബുക്കുകൾ, നന്മയാർന്ന ബുക്കുകൾ അവിടെ ഒരുപാട് അത്തരത്തിലുള്ള സംഭവങ്ങൾ, ചീട്ടുകൾ, ചുരുകളി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ടൈമില്. അതായത് എന്റെയൊക്കെ ചെറുതില്. അപ്പോ ഈ പറഞ്ഞ ഗ്രൗണ്ട് അതായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ ഗ്രൗണ്ട്. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഗ്രൗണ്ട്. ആ ഒരു ഗ്രൗണ്ടിലായിരുന്നു ഞങ്ങൾ എന്നും സ്ഥിരമായിട്ട് പന്ത് കളിക്കുകയും അതുപോലെ ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ് കളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഫുട്ബോളാണ് കളിച്ചിരുന്നത്. എനിക്കൊരു 30 രൂപയുടെ ട്രിപ്പാണത്. കഴിഞ്ഞിട്ടാണ് ഇപ്പൊ സമയം 9:57. ഓട്ടം ഉണ്ടാവും കേട്ടോ. ഓട്ടം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ലൈന് കണ്ടിട്ടാ. ഈ വേട്ടവളീനെ കൊണ്ടുപോകണം. വേട്ടവളിയൻ സൈജു മഴ ആസ്വദിക്കണോ? ഇത് നടന്നോ? ഞാൻ വരാൻ പാവണം. ബ്ലാക്കനാ. ഞാനും എന്നൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. ചെറുതിലെ എല്ലാ ഫ്രണ്ട്സാണ്. ചെങ്ങന്മാരുടെ ലോക്കലായി ഞങ്ങൾ തിരിച്ചു പോവാ. സമയം 11 മണിയാവാനായി. രാവിലെ ഉപ്പുമാവായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പോയി കഴിക്കണം. ചായ കുടിക്കണം. ചായ കുടിക്കാറ പൊറാട്ട അല്ല, വല്ല ദോശയോ അല്ലെങ്കിൽ നൂൽപുട്ടോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണം. നിങ്ങളുണ്ടോ? ഇല്ല. ചായക്ക് ആളുണ്ടോ ചോദിച്ചപ്പോഴേ ഇല്ല. അസ്ലമുണ്ട്. മൂപ്പര് പറഞ്ഞ് ചായ കുടിച്ചിട്ട് വലിയ പോവാണ്. മഴയല്ല കേട്ടോ. മഴയൊക്കെ പോയി. റോഡ് നൈസായിട്ട് ബ്ലോക്ക് ഒക്കെ വരുന്നുണ്ട്. ഓട്ടോ അല്ല, വലിയ വലിയ വണ്ടികളാണ്. ഈ വലിയ പറയൊക്കെ എപ്പോഴാ പോവാ? ഈ വലിയ പറയൊക്കെ എപ്പോഴാ പോവാ? ചെറിയ വണ്ടിക്കാർക്ക് ഓടണം അവിടെ. ഏയ് ഈ ലൈനിലിടാൻ പറ്റൂല. ഇത് വലിയ വണ്ടിയാണ്. ഇതൊക്കെ ലോറിയല്ലേ? തണുത്തിട്ട് ചായ കുടിച്ചു വന്നു. എന്നിട്ട് നമുക്ക് കിട്ടിയത് ഒരു ലോക്കൽ അല്ലേ. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ മനസ്സിലായില്ല കേട്ടാ. നേരത്തെ ചായ കുടിച്ചപ്പോ ചായയുടെ കാര്യങ്ങളോ കാണിക്കാൻ അസ്ലം ഉണ്ടായതുകൊണ്ട് വർത്താനത്ത് കുടുങ്ങിപ്പോയി. എന്തായാലും നമുക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കണം. നേരത്തെ ഫസ്റ്റ് ഞാൻ ലോക്കൽ സ്റ്റാൻഡിൽ നിന്ന് പോകുമ്പോ, ഫസ്റ്റ് അല്ല 2ാമത്തെ ട്രിപ്പ് പോകുമ്പോ 2 ടീം വന്നിട്ടാണ് വിളിച്ചത്.
അവരൊരുമിച്ചാ വന്നത്. ഒരുമിച്ച് വന്ന ടീം തന്നെ പരിചയക്കാരാവും. എന്നിട്ട് അവർ 2 വണ്ടിക്കാണ് വന്നത്. ഞാൻ പമ്പിൽ കയറിയതാ, എണ്ണ അടിക്കണം. എണ്ണയല്ല വണ്ടിയിൽ, എണ്ണ അടിക്കണം. ഇവിടെ കറക്കി തിരിച്ചിടണം. നേരത്തെ അങ്ങനെ 2 പേര് ഒരുമിച്ച് ട്രിപ്പ് പോയി അറിയില്ലേ. അതില് ഒരാൾക്ക് കിട്ടിയത് 7 കിലോമീറ്റർ, എനിക്ക് കിട്ടിയത് ലോക്ക്. ഒരു 200 രൂപ, 200 രൂപ ഒക്കെ നടക്കുള്ളൂ. എന്താ ഡീസലിന്റെ വില? അഞ്ഞു കാണൂലല്ലേ? 103 രൂപ, 132. നല്ല ഭരണമാണ് എല്ലാ ഭാഗത്തും, എല്ലാ ആൾക്കാരും കാഴ്ച വെക്കണം. അതൊക്കെ എല്ലാരും വീഡിയോ എടുത്ത് വിടുന്നുണ്ട്, ഞാനും കൂടി വിടണ്ട വെച്ചിട്ടാണ്. എന്താ ചെയ്യാതാ. 10 നോട്ടുണ്ടോ? ഒരു 50 റുപ്യക്കാരാ ഉണ്ടെങ്കി അത്യാവശ്യം. ഒരു 20ഉം 3 10ഉം വേണ്ട. അത് ഇന്ത്യക്ക് 20 ഉണ്ട്. എന്താണ് അത്ത അത് കഴിഞ്ഞു. 200 റുപ്യ 103 റുപ്യ. അപ്പൊ 2 ലിറ്ററും കൂടി തേങ്ങയില്ലല്ലോ. 2 ലിറ്റർ കഴിഞ്ഞു 6 റുപ്യന്റെ കമ്മിയുണ്ട്. പമ്പിലാണല്ലേ, മഴ ചെയ്തോണ്ടേ. ഒന്ന് ഈ ഒരു പാസ് ചെയ്ത് തരാം. സമയം 12:25 ആവാറായിട്ടുണ്ട്. ഞാന് ആദ്യം ഒരു ട്രിപ്പ് പോയി. ഇത് നല്ല രസമുള്ള ട്രിപ്പുകളായിരുന്നു. ആദ്യം ഞാൻ പോയത് 3 ഗൂഗിൾ പേ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ടാട്ടോ പേര് പറയാൻ വേണ്ടി പറ്റണേ. ആദ്യത്തെ ട്രിപ്പ് 40 രൂപ. അത് അഭിരാമി ആയിരുന്നു നമ്മൾ ഫസ്റ്റ് വിളിച്ചത്. 40 രൂപ പോയിന്റൊക്കെ. അഭിരാമിനെ കൊണ്ടുവിട്ട് നമ്മൾ റിട്ടേൺ വരുമ്പോഴാണ് നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടുന്നത്. അത് ആദില നമ്മൾക്ക് 50 റുപ്യന്റെ ട്രിപ്പാണ് തന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മള് കേറട്ടെ, മെയിൻ റോഡിൽ കയറുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മള് മുഹമ്മദ് ഫാസിൽക്ക നമുക്ക് ഇക്കാന്ന് വിളിക്കാനുള്ള പ്രായമുണ്ട്. ഫാസിൽക്ക ഒരു 30 രൂപ. അപ്പൊ എത്രയായി? 120 രൂപയായി. ഇതൊക്കെ ഗൂഗിൾ പേ ആയതുകൊണ്ടാണ് അവരൊക്കെ പേര് മനസ്സിലാവണം, അല്ലെങ്കിൽ നമ്മളൊക്കെ പേരൊന്നും അറിയില്ലല്ലോ. നമ്മളങ്ങനെ കൊണ്ടിട്ട് പോരുന്ന 50 റുപ്യന്റെ ട്രിപ്പാണ് പറയുന്നത്. മഴ ഇങ്ങനെ തുള്ളി പെയ്തുകൊണ്ടിരിക്കുന്നു. തുള്ളി കളിക്കുന്ന മാനേ കൊള്ളാട്ടോ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ടൗണിൽ ബ്ലോക്കാ മക്കളെ. ഇത് ശനിയാഴ്ച അല്ലേ, സ്കൂൾ തുറന്നിട്ട് ആദ്യത്തെ ശനിയാഴ്ചയാണ്. ഇന്ന് അത്യാവശ്യം ബ്ലോക്ക് ഓട്ടം ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞമാതിരി കോട്ടിയും പേരനും അല്ലാതെ കാര്യപ്പെട്ടൊന്നും കിട്ടിയിട്ടില്ല ഈ നേരം വരെ. ചേകേമാരെ ട്രിപ്പ് പോകുന്നതാണ് ഇന്ന് കിട്ടിയത് വെച്ച് ഏറ്റവും നല്ല ട്രിപ്പാണ്. പക്ഷെങ്കില് പറഞ്ഞാല് ഇത് കുഴപ്പമൊന്നുമില്ല, എന്നാലും കുഴപ്പമുണ്ട് താനും. അങ്ങനത്തെ ഒരു ഏരിയ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഏരിയക്കൊക്കെ വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 7 കിലോമീറ്ററും 600 മീറ്ററും ദൂരത്തേക്ക് വന്നതാണ്. പലയിടങ്ങളിലും ഇതേപോലത്തെ ഓഫ് റോഡാണ്. ഒരുപാട് സ്ഥലത്തുണ്ട് ഇങ്ങനെ. ചില സ്ഥലത്ത് ടാറിങ് ഉണ്ട്, ചില സ്ഥലത്ത് ടാറിങ് ഇല്ല, ഓഫ് റോഡ്. ഇതിലൊക്കെ ഒരുപാട് വീടുകളുണ്ട്. എന്താ പറയാ, ഇപ്പുറത്ത് റബ്ബറായിരുന്നു തോന്നുന്നു, അതൊക്കെ മുറിച്ചിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, അപ്പൊ നമ്മൾ ടാറിലേക്ക് കയറി. അതായത് 600 അല്ലേ പറഞ്ഞത്. അതിന് നമുക്ക് വരുന്ന ചാർജ് 170 രൂപയാണ്. 170 രൂപയുടെ ട്രിപ്പ് ഉച്ചയ്ക്ക് മുമ്പായിട്ട് നമുക്ക് കിട്ടിയിരിക്കും. ഇപ്പൊ സമയം 1 മണി, കറക്റ്റ് 1 മണിയാണ്. നല്ല ഈ ഒരു സൈഡിലേക്കും കിട്ടി. അതായത് ലെഫ്റ്റ് സൈഡ്, ഈ ഒരു സൈഡ് ഫുള്ളായിട്ടൊരു വിജനമാണ്. ഈ സൈഡിൽ പിന്നെ അവിടെ ഇവിടെ ഒക്കെ വീടുകൾ കാണാം. ഇപ്പൊ കണ്ടോ, അപ്പൊ ഇവിടെ തന്നെ റോഡ് മോശമായി, റോഡ് ഇല്ല. ഇപ്പൊ ഇവിടെ റോഡ് ടാർ ചെയ്തിരുന്നോ മുമ്പ്, അതിന്റെ ഒരു അംശം പോലും കാണാനില്ലാത്ത രീതിയിലായിട്ടുണ്ട്. ഇതില് ഏതൊരു സ്ഥലം എനിക്ക് മനസ്സിലായില്ല. അതായത് ഞാനിതുവരെ വന്നിട്ടില്ല ഇങ്ങോട്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലാ. 7 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ വലിയ ദൂരമല്ലല്ലോ വണ്ടി വരുന്നത്. ഇതുവരെ വണ്ടി എടുത്തിട്ട് ഇതിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ഫസ്റ്റ് വണ്ടി എടുത്തെന്ന് ഞാൻ ഫ്രണ്ട് വീലായിരുന്നു എല്ലായിടത്തും കൊണ്ടുപോയി ചാടിക്കുകയും, എന്നിട്ട് ബാക്കത്തെ 2 വീലിന് ഞാൻ സേവ് ചെയ്യും. പിന്നെ പണി കിട്ടി തുടങ്ങി. സോക്കാപ്ചറും പിന്നെ ന്യൂഡിലും അങ്ങനെ 3000 3500 റുപ്യ 4000 റുപ്യ ഒക്കെ ചെലവ് വരാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി നമുക്ക് ഇനി പരീക്ഷണം ഒന്ന് മാറ്റി പിടിച്ചു നോക്കാം, ബാക്കത്തെ വീലുകൾ അടിച്ചു നോക്കാം. അപ്പൊ നമുക്ക് അത്ര വലിയ ചെലവില്ല. ബാക്കത്തെ സോക്കാപ്ചർ കുറെ നിൽക്കും. റബ്ബർ അതിനൊക്കെ വീടുകളുണ്ട്.
രണ്ട് സൈഡും വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ഭയങ്കര ഒരു വിജനം. വഴി വെക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. വന്ന വഴി തന്നെ റിട്ടേൺ പോകണം. കാരണം 1-2 പോക്കറ്റ് റോഡ് മാറിയാണ് വന്നിക്കണേ. ഇനിയിപ്പോ നമ്മൾക്ക് ഇനിയും ഉണ്ട് 2-3 വഴികൾ മാറി പോവാന്. ഇത് ഞാൻ ആദ്യമായിട്ട് വരില്ല. അപ്പൊ ഇവിടെ ടാറിങ് തുടങ്ങി. ഇനി ടാറിങ് ഇവിടെ അവസാനിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ പ്രൈവറ്റ് ഏരിയകളിലൂടെ ഈ റോഡ് പോകുന്നുണ്ട്. അപ്പൊ അവിടെ ഇവര് ഡോർ ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കുന്നുണ്ടാവണം. ഇവിടുന്ന് നമ്മള് വന്നിരുന്ന റൈറ്റിൽ വന്നേ. ഇതില് നമ്മൾ പോകുന്നുണ്ട്. ഡോർ ചെയ്യാൻ അയക്കുന്നില്ല, അങ്ങനത്തെ വിഷയം. അപ്പൊ അവിടെ നിന്ന് കുറച്ച് ദൂരം നമ്മൾ പോകുന്നു. കുറച്ച് ദൂരം പോന്നിട്ട് ഇനി നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണം. കാരണം ഇവിടുന്ന് ഞാൻ റൈറ്റ് പോകുന്നത്, ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണം. അതിന് പോകരുത്, ഇതിലെ പോകണം. ഇവിടുന്ന് അങ്ങോട്ട് മെയിൻ റോഡ് എത്തുന്നതിന്റെ കുറച്ച് മുമ്പ് വരെ ഈ ഓഫ് റോഡാണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ വഴിയാവാം. ഇതിലെ പൊതുവഴിയല്ലത്. 2 മണി ലൈനിലാണ്. ഒരു ലോക്കലും കൂടി എടുത്തിട്ട് പോവാന്ന് കരുതിയിട്ട് കയറിയതായിരുന്നു. ഒരു 1:30 ആകുമ്പോ പക്ഷേ കിട്ടിയില്ല. ഇരിക്കുകയാണ്. ഇപ്പൊ വരും വീട്ടിൽ നിന്ന് പോകണം. ചോറിനാ വരുന്നില്ലേ ചോദിച്ചാൽ നാട്ടിക്ക് ട്രിപ്പ് കിട്ടിയതാ. ഈ 1:15 നാട്ടിക്ക് ട്രിപ്പ് കിട്ടിയതാണ്. എന്നിട്ട് ഞാൻ തിരിച്ചു പോരാൻ കാരണം എന്താ വെച്ചാൽ കുറച്ച് മീൻ വാങ്ങണമായിരുന്നു. ഞാൻ ചെയ്തൊരു ഫോൾട്ട് മീനും വാങ്ങി അപ്പം തന്നെ പോയാൽ മതി. ലൈനിൽ കയറേണ്ടില്ല. ആംപ്ലേറ്റ്, മുരിങ്ങ, പിന്നെ കായപ്പേരി, ഇത്ര സാധനങ്ങളുണ്ട് നമ്മൾക്ക് കഴിക്കാൻ. മുന്നിൽ നിന്നിട്ട് ഒരു ലോക്കൽ കിട്ടിയപ്പോൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു. അവിടെ ഒരു സൈഡിൽ മുല്ലപ്പൂ, ഇവിടെയും മുല്ലപ്പൂ. ഓ, സമയം 2:45 കേട്ടാ. ഞാൻ ഇറങ്ങി. ഉച്ച വരെ നമ്മൾ 580 രൂപയ്ക്ക് കൂടിയിട്ടുണ്ട്. അതാണ് നമ്മൾക്കൊരു 170 കിട്ടിയില്ലേ. അതുകൊണ്ടും പിന്നെ എല്ലാവരെയും ചില്ലറ കൂട്ടിക്കൊളുത്തിയൊക്കെ കിട്ടിയതാണ്. ഉച്ചയ്ക്ക് ശേഷത്തെ കളി കളിക്കാൻ വേണ്ടി പോവാം. ഉച്ചയ്ക്ക് ശേഷം 2 ലോക്കൽ പോയിട്ടോ. ഒരു ലോക്കൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നാടിൻ്റെ തൊട്ടടുത്ത്. ഇവിടെ ഒരു തോടുണ്ട്. ഈ ഒരു തോട്ടിൽ ഒരു സംഭവം ഉണ്ട് കാണിച്ചു തരാൻ. ഇതെന്താ പരിപാടിക്ക് വന്നത്? മീൻ അതിലേക്ക് വന്ന് ചാടും തോന്നുന്നു. അങ്ങനത്തെ എന്തോ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചതാണോ എനിക്ക് മനസ്സിലാവണം കണ്ടിട്ട്. പക്ഷെങ്കിൽ ഇതിലത്തെ മീനൊന്നുമില്ല. ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ ഇത് നമ്മളുടെ നാട്ടിലല്ല ഈ തോട് കേട്ടോ. നമ്മുടെ തോടല്ല. ഇത് നമ്മളുടെ നാടിൻ്റെ തൊട്ടപ്പുറത്ത് കൂടെ ഒഴുകുന്ന മറ്റൊരു തോടാണ്. പക്ഷേങ്കിൽ ഒരു സെറ്റപ്പ് കണ്ടപ്പോഴേ ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ളത് സാരി കൊണ്ടുവന്ന് 4 ഭാഗം കയറെ കെട്ടിയിട്ട് ഇത് നിയമവിരുദ്ധമാണ്. കാരണം ഇപ്പോൾ മീൻ വല വെച്ച് പിടിക്കാനോ ഒന്നും പാടില്ല. നിയമവിരുദ്ധം മാത്രമല്ല, നമ്മളുടെ പുഴയോടും തോടിനോടും കുളത്തിനോടും പാടത്തിനോടൊക്കെ ചെയ്യുന്ന വലിയൊരു ചതി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം മീൻ പിടിക്കേണ്ട സമയമല്ല. നല്ല ഭംഗിയാണ് ഇതിൽ. മീൻ പിടിക്കേണ്ട സമയമല്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവരിപ്പോൾ ഈ ഒരു പുതുക്കിന് മീനുകളൊക്കെ ഈ പാടത്തേക്കും അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ കുറച്ച് ധൃതിയുള്ള ആളുകളാണ്. പാടത്തേക്കും ചാലുകളിലേക്കൊക്കെ കയറി പോകാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഒരു ടൈമിലുള്ള മീനുകൾക്ക് വയറ്റിൽ പഞ്ഞി, കുട്ടികളെയും കൊണ്ടാണ് അവർ നടക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ സ്റ്റാൻഡൊക്കെ ഒന്ന് മര്യാദയ്ക്ക് കാണിച്ചിട്ട് ഒരു 5ാമത്തെ 6ാമത്തെ 7ാമത്തെ വണ്ടിയാണ്. കള്ളാണ്. പോട്ടടാ, മഴയുടെ പേര് പൊട്ടേ എങ്ങനെ എന്തൊക്കെ കാട്ടുന്നത്? അണ്ണാ വണക്കം. മഴ വരുന്നേ. പോക തള്ളണ്ടല്ലോ. ഡയലോഗ് അടിച്ച് നിക്കുക തള്ളാതെ. നല്ല 2 മൂടിയിട്ടുണ്ട് കേട്ടോ. അതിപ്പോ പൊളിഞ്ഞാടും. 24 മണിക്കൂർ അതിശക്തമായ മഴയും കാറ്റും. അത് ശരിയാ. അതായത് 24 മണിക്കൂർ ഇനി അതിശക്തമായ മഴയാണെന്നുള്ള അലർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. മഴ ബ്ലോക്കായ എല്ലാവരും കാട്ടിനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. നല്ല മഴയാണ്. എന്താ പറയാ, സമയം എന്ന് പറയുന്നത് 6:10 ആവാറായി. അപ്പൊ ഈ ഒരു മഴയത്ത് 4 റോഡും ബ്ലോക്കാണ്. ബൈപ്പാസ് ബ്ലോക്കാണ്. ഇവിടെ ഒരു ബൈപ്പാസ് കൂടി വേണം. ആ ബൈപ്പാസിന്റെ ചർച്ചകൾ നടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10 വർഷത്തിലേറെ. നമ്മളുടെ സംഭവം എന്താ വെച്ചാല് ഇപ്പൊ ഇവിടെ തുടങ്ങി നമ്മള് ബ്ലോക്കിൽ കയറുക കേട്ടാ. അപ്പൊ ഇനി നമ്മൾക്ക് ലൈനിലേക്ക് എത്തുക എന്നുള്ളതൊക്കെ വൻ ടാസ്ക്കാണ്. അതൊക്കെയാണ് പ്രശ്നം. ശനിയാഴ്ചയാണ്. ഇന്ന് മഴ ഉണ്ടാവുന്നു, ബ്ലോക്ക് ഉണ്ടാവുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം.
8:15 8:15 ചമ്മയുടെ എന്തേ ഇതാ കുടിച്ച ഓക്ക് കാർട്ടൂൺ കാണണം, അമ്മക്ക് സീരിയൽ കാണണം. രണ്ടും പാടെ ഇപ്പൊ എന്തായാലും നടക്കൂല. ഓളങ്ങോട്ട് പാടിപ്പ് ആക്കൂലില്ല. എത്ര രൂപയ്ക്ക് ഓടി നോക്കാം നമുക്ക്. ആ 10, 20, 30, 34, 45, 48, ഒരു 130 റുപ്യ നമ്മളെ അക്കൗണ്ടിലേക്കാണ് വരും. 48, 58, 61, 61, 1100, 1190, 1290. ആ 1200 തന്നെ പറയാം. കോയണൊക്കെ ഉണ്ടാവുമല്ലോ. 1200 റുപ്യക്ക് നമ്മളപ്പം ഓടിയിട്ടുണ്ട്. ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ട്. മുട്ടായി ഇല്ല എന്നിട്ടാ. അപ്പൊ ഞാൻ തന്നതിനൊന്നൊരു കുഴപ്പമില്ല. ചിന്നുവിന്റെ കഴിഞ്ഞിട്ടാണല്ലോ അല്ലേ. നമ്മളത് അങ്ങനെ കാത്തിക്ക പറയാൻ പറ്റും. 500 റുപ്യ തന്നിക്കണേ. രാവിലെ പോയപ്പോ പറഞ്ഞേ എന്റെ കയ്യിൽ നിന്നാണ് ഫസ്റ്റ് ഇല്ല അത്ര ഉള്ളൂ. എന്നാ പിന്നെ ഈ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത നല്ല വീഡിയോ പിന്നെ വരാം. കല്യാണമുണ്ട്, കല്യാണത്തിലേക്ക് ചിലപ്പോൾ പോകും. ആ പിന്നെ വേറെ സാധനം കാണിച്ചു തരാറുണ്ട്. ഇതെന്താ അറിയോ? മാംഗോസ് ആണ്. അപ്പൊ ഇതാണ് നാരിക്ക് മുട്ടായി, ഇന്നത്തെ ആര്യന്റെ മുട്ടായി. പിന്നെ അന്ന് നമ്മള് ഇഞ്ചക്ഷൻ ചെയ്യാൻ പോയപ്പോ ബ്ലഡ് കുറവാണ് അല്ലേ, അപ്പൊ അതുകൊണ്ട് കുറച്ച് മാതളം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ആക്കി. ഓക്കെ ബൈ.